ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. വനിതാ സംവരണ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുരോഗമിക്കുന്നു. സംവരണവുമായി ബന്ധപ്പെട്ട 3 ബില്ലുകളിന്മേൽ ഇന്നുച്ചയ്ക്ക് ശേഷം വോട്ടെടുപ്പ്. രാജ്യസഭാ ഉപാധ്യക്ഷനായി 3ാം തവണയും ഹരിവംശ് നാരായൺ സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും പ്രചാരണം ഊർജിതം. വോട്ടെടുപ്പ് ഈ മാസം 23-ന്. വിഷുപൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട നാളെ അടയ്ക്കും. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഉയർന്ന പകൽ താപനില തുടരും. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വനിതാ സംവരണ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുരോഗമിക്കുന്നു. സംവരണവുമായി ബന്ധപ്പെട്ട 3 ബില്ലുകളിന്മേൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വോട്ടെടുപ്പ് നടക്കും. ബിൽ പാസാക്കാൻ സഭയിൽ ഹാജരുള്ള അംഗങ്ങളുടെ 3/2 ഭൂരിപക്ഷം വേണം. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയാണ് ബില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം വനിതാ സംവരണത്തെ മണ്ഡല പുനർനിർണയവുമായി ബന്ധിപ്പിക്കരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്താനായി 3 ബില്ലുകളാണ് അവതരിപ്പിച്ചത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്താനാണ് ബില്ലിലെ പ്രധാന നിർദ്ദേശം. ലോക്സഭയിൽ ബിൽ പാസായാൽ നാളെ രാജ്യസഭയിൽ ചർച്ച ചെയ്യും. 2023 പാർലമെന്റ് പാസാക്കിയ നാരി ശക്തി വന്ദൻ അധിനിയം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വരുത്തി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ നിയമവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ സാധിക്കാതെ പോയവ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിനാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നും ഇതിനെ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റരുതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യസഭാ ഉപാധ്യക്ഷനായി ഹരിവംശ് നാരായൺ സിംഗ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇത് 3ാം തവണയാണ് അദ്ദേഹം ഉപാധ്യക്ഷ പദവിയിൽ എത്തുന്നത്. നോമിനേറ്റഡ് അംഗമായ ഹരിവംശിനെ രാജ്യസഭയുടെ ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കണമെന്ന പ്രമേയം കേന്ദ്രമന്ത്രി JP നഡ്ഡയാണ് സഭയിൽ അവതരിപ്പിച്ചത്. പക്വതയോടെ സഭാ നടപടികൾ നിയന്ത്രിക്കുന്ന ഹരിവംശിന്റെ കഴിവ് പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ അഭിപ്രായപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും പ്രചാരണം ഊർജിതം. ഇരു സംസ്ഥാനങ്ങളിലും ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലാണ് വിധിയെഴുതുന്നത്. 2ാം ഘട്ട പോളിംഗ് ഈ മാസം 29-ന് നടക്കും. വോട്ടർ പട്ടിക സംബന്ധിച്ച സുപ്രീം കോടതിയുടെ സമീപകാല ഉത്തരവ് നടപ്പാക്കുന്നതിൽ തടസ്സങ്ങൾ ഇല്ലെന്ന് പശ്ചിമബംഗാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ. നടപടിക്രമങ്ങൾ പൂർണ്ണമായും ഓൺലൈനായിട്ടായിരിക്കും നടക്കുകയെന്നും അവസാന നിമിഷം വരെ പൌരന്മാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. പശ്ചിമബംഗാളിൽ നേരത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആയിരക്കണക്കിന് വോട്ടർമാർക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് സ്പെഷ്യൽ ഇൻസെന്റീവായി 2000 രൂപ നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് അറിയിച്ചു. കേരളത്തിൽ തുക കുറച്ചാണ് അനുവദിച്ചതെന്ന പരാതികളെ തുടർന്നാണ് കമ്മീഷന്റെ വിശദീകരണം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡന്തൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ഉന്നതതല സംഘം പരിശോധന തുടങ്ങി. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനായ ഡോക്ടർ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹർജി ഏപ്രിൽ 22-ന് പരിഗണിക്കും. അതേസമയം നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലോൺ ആപ്പിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ചക്കരയ്ക്കൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. തിരുവനന്തപുരത്തെ പൊന്മുടിക്ക് പുറമെ ഇടുക്കിയുടെ വിനോദസഞ്ചാര ഭൂപടത്തിലും പൊന്മുടി ശ്രദ്ധേയമാകുന്നു. രാജാക്കാട്, കൊന്നത്തടി പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പൊന്മുടി അണക്കെട്ടും പരിസര പ്രദേശങ്ങളും വേനൽ അവധിക്കാലത്ത് സഞ്ചാരികളുടെ തിരക്കേറിയ കേന്ദ്രമായി മാറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കിയിലെ ഹൈഡൽ ടൂറിസം സാധ്യതകൾ വിളിച്ചോതുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി പൊന്മുടി മാറിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നായ ഇവിടെ ബോട്ടിംഗ് സൗകര്യവും കുട്ടികൾക്കായി റൈഡുകളോട് കൂടിയ ഹൈഡൽ പാർക്കും ഒരുക്കിയിട്ടുണ്ട്.
അണക്കെട്ടിന് മുകളിലൂടെയുള്ള വാഹനയാത്രയും കുതിരസവാരിയും സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമാണ് നൽകുന്നത്. സമീപത്തെ ഇരുമ്പ് തൂക്കുപാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആസ്വദിക്കാനും നിരവധി പേരെത്തുന്നുണ്ട്. അടിമാലിയിൽ നിന്ന് 18 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഈ മലയോര മേഖലയിൽ എത്തിച്ചേരാം. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ കീം ഇന്നു മുതൽ 22 വരെ നടക്കും. കേരളത്തിലും പുറത്തുമായി 152 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഇന്നു മുതൽ 22 വരെ ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയും ഫാർമസി പരീക്ഷ നാളെ മുതൽ 20 വരെ രാവിലെ 10 മുതൽ 11:30 വരെയുമാണ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ പഞ്ചാബ് കിങ്സ് 7 വിക്കറ്റിന് വിജയിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഞായറാഴ്ച വരെ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി. ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. പകൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കൊല്ലം പുനലൂരിൽ ജോലിക്കിടെ KSEB ലൈൻമാന് സൂര്യാതപമേറ്റു. ആശുപത്രി ജംഗ്ഷന് സമീപം ഇലക്ട്രിക് ലൈൻ പരിശോധിക്കുന്നതിനിടെയാണ് കുണ്ട്ര സ്വദേശി പത്മകുമാറിന് സൂര്യാതപമേറ്റത്. വിഷുപൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട നാളെ അടയ്ക്കും. സഹസ്ര കലശ അഭിഷേകത്തോടെയാണ് ഇത്തവണ വിഷുപൂജ പൂർത്തിയാകുന്നത്. നാളെ അത്താഴപൂജയ്ക്ക് ശേഷം രാത്രി 10-ന് ഹരിവരാസനം ചൊല്ലി നട അടയ്ക്കും. പ്രായം വെറും അക്ക മാത്രമാണെന്നും യഥാർത്ഥ സ്നേഹത്തിനു മുന്നിൽ മരണം പോലും വഴിമാറുമെന്നും തെളിയിച്ചിരിക്കുകയാണ് പത്തനംതിട്ട സ്വദേശികളായ വൃദ്ധ ദമ്പതികൾ. കിണറ്റിൽ അകപ്പെട്ട ദമ്പതികളെ അഗ്നി രക്ഷാസേന അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പത്തനംതിട്ട ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പന്ന്യാലി ഭാഗം കമാടത്തറയിൽ വീട്ടിൽ 80 വയസ്സുകാരൻ ഗോപിനാഥനാണ് തന്റെ ഭാര്യയായ 73 വയസ്സുകാരി പൊന്നമ്മയെ മരണത്തിൽ നിന്നും സാഹസികമായി രക്ഷിച്ചത്. ഇന്ന് പുലർച്ചെ വെള്ളം കോരുന്നതിനിടെ കിണറ്റിൽ വീണ പൊന്നമ്മയെ ഭർത്താവ് ഗോപിനാഥൻ ഉടൻ തന്നെ കിണറ്റിലിറങ്ങി രക്ഷിച്ചെങ്കിലും ഇവർക്ക് തിരിച്ചു കയറാനായില്ല. വിവരമറിഞ്ഞെത്തിയ പത്തനംതിട്ട അഗ്നിരക്ഷാസേന രണ്ടുപേരെയും സുരക്ഷിതമായി കരയ്ക്കെത്തിച്ച് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ച് ചികിത്സ നൽകി. തൃശൂർ കുതിരാനിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഗുരുവായൂർ സ്വദേശിയായ ആദർശാണ് മരിച്ചത്. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടം വേഷം കലാകാരനാണ്. ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ഭീഷണി ഒഴിവാക്കുന്നതിനായുള്ള ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ G. പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. നഗരത്തിലെ കാനകളുടെയും തോടുകളുടെയും ശുചീകരണത്തിനായി പ്രത്യേക ക്ലീനിംഗ് കലണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 1-ന് ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ മെയ് 15-ഓടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഡെപ്യൂട്ടി കളക്ടറുടെയും ജൂനിയർ സൂപ്രണ്ടിന്റെയും നേതൃത്വത്തിൽ പരിശോധന നടത്തും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 293 പോയിന്റ് ഉയർന്ന് 78,285-ലും നിഫ്റ്റി 87 പോയിന്റ് നേട്ടത്തിൽ 24,286-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 1000 രൂപ കുറഞ്ഞ് 1,13,080 രൂപയും ഗ്രാമിന് 14,135 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വനിതാ സംവരണ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുരോഗമിക്കുന്നു. സംവരണവുമായി ബന്ധപ്പെട്ട 3 ബില്ലുകളിന്മേൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വോട്ടെടുപ്പ്. രാജ്യസഭാ ഉപാധ്യക്ഷനായി 3-ാം തവണയും ഹരിവംശ് നാരായൺ സിംഗ് തെരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും പ്രചാരണം ഊർജിതം. വോട്ടെടുപ്പ് ഈ മാസം 23-ന്. വിഷുപൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട നാളെ അടയ്ക്കും. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഉയർന്ന പകൽ താപനില തുടരും. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.